ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ എ ലവ് ലെറ്റർ ടു മോം ബൈ രാജശേഖർ മാമിരാന. ഈ ഒരു ചാപ്റ്ററിൽ ഒരു സ്റ്റാൻഡപ്പ് കോമഡിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇപ്പോൾ നമ്മൾ മലയാളത്തിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കോമഡി ആർട്ടിസ്റ്റുകളെയൊക്കെ പറ്റി നോക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ രമേശ് പിഷാരടി, ധർമ്മജൻ ബോൾഗാട്ടി, ഇവർ എപ്പോഴും രണ്ടുപേരും ഒരുമിച്ചിട്ടാണ് ഓരോ പരിപാടികൾ അവതരിപ്പിക്കാറ്. അതായത് വലിയൊരു പ്രേക്ഷകരുടെ മുന്നിൽ നിന്നിട്ട് അവർ ഓരോ തമാശകൾ അപ്പോൾ തന്നെ ലൈവായി പറയും. അത് നമ്മളെ പ്രേക്ഷകരെ രസിപ്പിക്കും അല്ലേ. ആ ഒരു സെയിം ടൈപ്പ് ഓഫ് കാറ്റഗറിയിൽ പെടുന്നത് തന്നെയാണ് നമ്മൾ സ്റ്റാൻഡപ്പ് കോമഡി എന്നും പറയുന്നത്. അപ്പോൾ ഇവിടെ രാജശേഖർ മാമിഡാന ഒരു വലിയ സദസ്സിൻ്റെ മുമ്പിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റോറിയിലൂടെ കുറേ തമാശകളും എല്ലാം ഉൾപ്പെടുത്തിയിട്ട് കാണികളെ രസിപ്പിക്കുന്നതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിൽ തന്നെ വേറെയും ഒരുപാട് ഫേമസ് ആയിട്ടുള്ള സ്റ്റാൻഡപ്പ് കൊമേഡിയൻസ് ഉണ്ട്. വേറൊരു എക്സാമ്പിൾ സായി കിരൺ എന്ന് പറയുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഡാർക്ക് സ്കിൻ ആൻഡ് ഗെറ്റിംഗ് മാരീഡ് എന്ന് പറയുന്നുള്ള സ്റ്റാൻഡപ്പ് കോമഡി ഒരുപാട് ഓൺലൈൻ സോഷ്യൽ മീഡിയാസിലെല്ലാം വളരെ ശ്രദ്ധ നേടിയിട്ടുള്ള ഒന്നാണ്. ഇപ്പോൾ ഈ പറയുന്ന ചാപ്റ്ററിലുള്ളത് എ ലവ് ലെറ്റർ ടു മോം, അതൊരു സ്റ്റാൻഡപ്പ് കോമഡിയാണ്. അദ്ദേഹം ഈ ഒരു പ്രോഗ്രാം നടത്തിയിരിക്കുന്നത് രംഗഭൂമി സ്പേസസ് ഹൈദരാബാദ് ഓൺ 31 ജാനുവരി 2021. അപ്പോൾ ഈ ഒരു സ്ഥലത്താണ് ഇത് നടന്നിരിക്കുന്നത്. അപ്പോൾ ഈ പെർഫോമൻസിൽ എന്താണ് പറയുന്നത് വെച്ചാൽ, യൂഷ്വലി എല്ലാ സ്റ്റാൻഡപ്പ് കോമഡിയിലും ഒരു ടോപ്പിക് ഉണ്ടാകും. ടോപ്പിക് എന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മുടെ സൊസൈറ്റിയിലേക്ക് നടക്കുന്ന പ്രശ്നങ്ങളെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ നല്ല തമാശകളിലൂടെയും അല്ലെങ്കിൽ അതിനുള്ള പ്രതിവിധികൾ, അതിലെ കുറ്റങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ വളരെ തമാശ രൂപേണ നമ്മളെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന ഒരു സംഭവമാണ് സ്റ്റാൻഡപ്പ് കോമഡി. പക്ഷെ ഇവിടെ ബാക്കി എല്ലാ സ്റ്റാൻഡപ്പ് കോമഡിയിൽ നിന്നും വ്യത്യസ്തപരമായിട്ട് ഇവിടെ പറയുന്നത് രാജശേഖർ മാമിഡാനയുടെ അമ്മ പറയുന്ന വ്യക്തി അവർ ഒരു ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് മരിക്കുകയാണ്. അപ്പോൾ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു, അമ്മ എങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നത്, അമ്മയുടെ അവസാന നാളെ അവരൊരു ചെയറിന്ന് വീണിട്ട് അവർ ബുദ്ധിമുട്ടിയിട്ടുള്ള കാലഘട്ടങ്ങൾ എങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ അതിനൊക്കെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു എക്സ്പ്ലനേഷനാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. ഇപ്പോൾ നോർമലി വേറൊരു സ്റ്റാൻഡപ്പ് കോമഡി എടുത്ത് നോക്കി, അപ്പോൾ ഞാൻ പറഞ്ഞു സായി കിരണിൻ്റെ ഡാർക്ക് സ്കിൻ ആൻഡ് ഗെറ്റിംഗ് മാരീഡ് എന്ന് പറയുന്ന ആ ഒരു ഇതിൽ കറുത്ത വർഗ്ഗക്കാർക്ക് കല്യാണം കഴിക്കാൻ ആളുകളെ കിട്ടുന്നില്ല എന്നുള്ളൊരു ടോപ്പിക്കിനെ വെച്ചിട്ടായിരുന്നു അവിടെ പറയുന്നുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ വരുമ്പോൾ തീർത്തും ഒരു പേഴ്സണൽ സ്റ്റോറിയാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ഇതൊരു യൂട്യൂബ് വീഡിയോയിൽ അദ്ദേഹത്തിൻ്റെ തന്നെ യൂട്യൂബ് ചാനലിൽ നമുക്കത് അവൈലബിൾ ആണ്. കണ്ടു നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ. എന്നാലും അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിൻറ്റ്സ് ഞാനിവിടെ ഷെയർ ചെയ്യാം. ഈ ഒരു സ്റ്റാൻഡപ്പ് കോമഡിയിൽ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അതായത് മൺഡേ തൊട്ടിട്ട് തേഴ്സ്ഡേ വരെയുള്ള അദ്ദേഹത്തിൻ്റെ ആ റൊട്ടീനിൽ എന്തൊക്കെ അദ്ദേഹം ചെയ്യുന്നു അതൊക്കെ അദ്ദേഹത്തിൻ്റെ അമ്മ മനസ്സിലാക്കിയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് ഇതിലൊരു നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് സീരിയൽസിനെ പറ്റിയിട്ടാണ്. അതായത് TV സീരിയൽസ്. ഇപ്പോൾ നമ്മുടെയൊക്കെ വീടുകളിൽ ഓരോ 6 മണിക്ക് ശേഷം അമ്മൂമ്മമാരും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാന വിനോദമാണ് നമ്മുടെ TV സീരിയൽസ് എന്നുള്ളത് കൊണ്ട് പറയുന്നത്. എന്താണ് ആ TV സീരിയൽസ് കൊണ്ട് ഉപകാരമുള്ളത്? വല്ല ഉപകാരമുണ്ടോ? തീർച്ചയായും ഇല്ല. കാരണം അതിൽ കാണിക്കുന്നത് നമ്മുടെ സൊസൈറ്റിക്കോ അല്ലെങ്കിൽ നമുക്ക് അത്രയും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളാണ് കാണിക്കുന്നത്. അത്രയും മോശമായിട്ടുള്ള പല ചിന്താഗതികളുമാണ് മനുഷ്യരിലേക്ക് അത് അടിച്ചേൽപ്പിക്കുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കാണിക്കുക എന്താണ്, അമ്മായിമ്മയും മരുമകളും തമ്മിലുള്ള പ്രശ്നമായിരിക്കും. ചിലപ്പോൾ ആരെങ്കിലും അതിൽ കൊല്ലേണ്ടി വരും. അപ്പോൾ അങ്ങനെ കൊല്ലണേൻ്റെ വേണ്ടിയിട്ട് അതിന് ഓരോ പ്ലാനിങ് ഒക്കെ ചെയ്യുന്നതൊക്കെയാണ് അതിൽ കാണിക്കുന്നത്. അപ്പോൾ അതൊക്കെ തീർത്തും ഒരു മനുഷ്യനെ അത്രമേൽ ബാധിക്കുന്ന ഓരോ വിഷയങ്ങളാണ്. അപ്പോൾ അത്തരം മോശപ്പെട്ട കാര്യങ്ങളാണ് അതിൽ കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു TV സീരിയൽസിൻ്റെ ഇൻഫ്ലുവൻസ് നമുക്ക് ഈ ഒരു സ്റ്റാൻഡപ്പ് കോമഡിയിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതായത് ഈ രാജശേഖർ മാമിഡാനിൻ്റെ അമ്മ 71 വയസ്സായിട്ടുള്ള പ്രായമുള്ളൊരു സ്ത്രീയാണ്. അവരുടെ പേര് ഉഷാറാണി. അവരും അവരുടെ ഭർത്താവും ഒരുമിച്ചിരുന്നിട്ട് ഒരു സീരിയൽ കാണുമായിരുന്നു. ആ സീരിയലിൻ്റെ ഒരു കഥാപാത്രം ശ്രുതി എന്ന പേരിലായിരുന്നു. അപ്പോൾ ഒരു സമയത്ത് രാജശേഖറും ആ ഒരു സീരിയൽ കണ്ടപ്പോൾ രാജശേഖർ പറയുന്നത് അദ്ദേഹവും ആ സീരിയലിലേക്ക് ഇറങ്ങിപ്പോയിട്ട് ആ ഒരു സീരിയലിലുള്ള എല്ലാ ക്യാരക്ടേഴ്സിനെ അദ്ദേഹത്തിന് വെറുപ്പ് തോന്നി എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതി എന്ന് പറയുന്ന ആ ഒരു സീരിയൽ ക്യാരക്ടർ എങ്ങനെയൊക്കെ ഈ ഒരു അമ്മയുടെയും അവരുടെ അച്ഛൻ്റെയും ജീവിതത്തെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്തു എന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അദ്ദേഹം ഇവിടെ ഒരു ഡയലോഗ് പറയുന്നത്, സീരിയൽസ് ആൻഡ് ന്യൂസ് ചാനൽസ് ബോത്ത് സ്പ്രെഡ് ഹെയ്റ്റ്. അതായത് സീരിയൽസിലും എന്താണ് എപ്പോഴും മോശമായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ, ഹെയ്റ്റാണ് എപ്പോഴും സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ന്യൂസ് ചാനൽസ് എടുത്താലും വൈകുന്നേരം നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ഭയങ്കര ചർച്ചകളും തർക്കങ്ങളും. പിന്നെ ഇപ്പോൾ നമ്മൾ പൊതുവേ ന്യൂസ് ചാനലുകൾ എടുത്തു നോക്കിയാൽ കൊലപാതകങ്ങളും
ഒരു കുട്ടി അച്ഛനെ കൊന്നു അല്ലെങ്കിൽ അമ്മ കുട്ടീനെ കൊന്നു, ഇതൊക്കെയാണ്. അപ്പം ഇതൊക്കെ ഒരു പ്രത്യേകിച്ചൊരു അത്രയും മോശപ്പെട്ട കാര്യങ്ങളാണ്. അപ്പം അദ്ദേഹം അത് ഇവിടെ ആദ്യം പറയാൻ ശ്രമിക്കുന്നുണ്ട്. ഇനി രണ്ടാമത് അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് എന്ത് സംഭവിച്ചു. അദ്ദേഹത്തിൻ്റെ അമ്മ അത്യാവശ്യം തടി ഒക്കെ ഉള്ളൊരു സ്ത്രീയായിരുന്നു. അപ്പോൾ അവർ ഈ സീരിയൽ കാണാൻ വേണ്ടിയിട്ട് അവർ ഓടിപ്പിടഞ്ഞ് കാണാൻ വന്നപ്പോൾ അവർ ചെയറിൽ ഇരിക്കുന്നതിന് പകരം ഒന്ന് തെന്നി താഴെ വീണു. താഴെ വീണ സമയത്ത് അവരുടെ തടിയൊക്കെ ഉള്ളത് കാരണം അവർക്ക് കുറച്ച് നീരൊക്കെ അവിടെ വന്നു, ഇൻഫ്ലമേഷൻ വന്നു. പക്ഷെ അവർക്ക് ആ വേദന കൂടി കൂടി വരികയാണ് ചെയ്തത്. അപ്പോൾ ഇവരെ സഹായിക്കാൻ വേണ്ടി ഇവരെ വീട്ടിൽ മേൽഭാഗത്ത് ഇവരെ താമസിച്ചിരുന്നു. താഴ്ഭാഗത്ത് മൂന്ന് മുറികളുണ്ടായിരുന്നു. ആ 3 മുറികളും വാടകയ്ക്ക് കൊടുത്തിരുന്നതായിരുന്നു. അപ്പോൾ ആ വാടകയ്ക്ക് കൊടുത്തിരുന്ന ഒരു മുറിയിലെ ഒരു താമസക്കാരിയായിട്ടുള്ള മാധവിയാണ് ഈ അമ്മയെ സഹായിക്കാനായിട്ട് വരുന്നത്. മാധവി ഒരു ടെനൻ്റാണ്, അവരുടെ റെൻറ്റ് കൊടുത്ത് താമസിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെ ഇവർക്ക് ആ വേദനയൊന്നും മാറുന്നില്ല. അമ്മയ്ക്ക് കുറേ വീണിട്ടും ആ വേദനയൊന്നും മാറാത്തതുകൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ പറയുകയാണ് ഇവർക്ക് ആർത്രൈറ്റിസ് ആണ്. എന്താണ് ആർത്രൈറ്റിസ്? നമ്മുടെ ബോഡിയിൽ ഒരുപാട് ജോയിൻസ് ഉണ്ട്. ജോയിൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സന്ധികളിൽ നമുക്ക് നീര് വരികയാണ്, അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ വരികയാണ്. ബോഡിയിലെ എല്ലാ സന്ധികളിലും അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് കൈകാലുകൾ ചലിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാവും, അല്ലേ? വേദനയായിരിക്കും. ഈ ഒരു അവസ്ഥയാണ് അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്കും ഇവിടെ സംഭവിക്കുന്നത്. അതിൻ്റെ പേര് റൂമറ്റോയിഡ് ആർത്രൈറ്റിസ് എന്നാണ്. അപ്പോൾ ഇതിനൊരു പ്രൊണൗൺസിയേഷൻ പോലും രാജശേഖർക്ക് ആദ്യം പ്രൊണൗൺസ് ചെയ്യാൻ പറ്റിയിരുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഡോക്ടറെ അടുത്ത് കാണിക്കാൻ പോയ സമയത്ത് ഡോക്ടർ പറയുകയാണ് നിങ്ങൾ എങ്ങനെയാണ് ഇത്ര വേദന വെച്ചിട്ട് നിങ്ങൾ ജോലികളെല്ലാം ചെയ്തിരുന്നത്, നിങ്ങളുടെ കണ്ടീഷൻ അത്രമേൽ സിവിയർ ആണെന്ന് പറയുമ്പോൾ അവരമ്മ പറയുന്നത് വളരെ ഇന്നസെൻ്റ് ആയിട്ട് വളരെ ക്യൂട്ടായിട്ടുള്ളൊരു റിപ്ലൈ ആണ്. അതായത് എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ ജോലികളൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളത്. അപ്പോൾ ഈ ഒരു അസുഖത്തെ പറ്റിയിട്ട് അമ്മയ്ക്കും അറിയണ്ടായിരുന്നില്ല, അമ്മയ്ക്ക് ഇങ്ങനെ എത്ര സിവിയറാണെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. പിന്നെ അവരുടെ അമ്മ ജീവിച്ചിരുന്ന ഒരു വില്ലേജിലായിരുന്നു. അപ്പോൾ അമ്മയുടെ അച്ഛൻ ഒരുപാട് ക്രിയകളും കർമ്മങ്ങളൊക്കെ ചെയ്യുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ അയാൾ രാവിലെ 2:30 എണീക്കുമ്പോൾ ഈ അമ്മയും 2:30 എണീറ്റ് വിറകൊക്കെ ശേഖരിച്ച് വെള്ളം തിളപ്പിക്കാനൊക്കെ സഹായിച്ചിരുന്നു. അപ്പോൾ അത്രമേൽ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ കല്യാണം കഴിഞ്ഞപ്പോൾ, അതായത് രാജശേഖർ അച്ഛനുമായിട്ടുള്ള വിവാഹം കഴിഞ്ഞ സമയത്ത് ഇവർ കുറച്ചും കൂടെ ടൗണിലേക്ക് വന്നപ്പോൾ പിന്നീട് ഈ രാവിലെ 2:30 എണീറ്റിട്ട് വെള്ളം തിളപ്പിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലാണ്ടായി. അവിടേക്ക് വന്നപ്പോൾ അവരെന്തായി, ഹീറ്ററിൻ്റെ സംവിധാനം വന്നു. സ്വിച്ച് ഇട്ടാൽ വെള്ളം തിളയ്ക്കും. അപ്പോൾ അതൊക്കെ അമ്മയെ ഒരുപാട് അത്ഭുതപ്പെടുത്തി എന്ന് പറയുന്നുണ്ട്. ഇവിടെ അദ്ദേഹത്തിൻ്റെ സഹോദരിയെ പറ്റിയിട്ടും പറയുന്നുണ്ട്. വളരെ ഒരു ഓവർ ആക്ടിങ് ആയിട്ടുള്ള ഒരു കുട്ടിയായിട്ടാണ് പറയുന്നത്. പിന്നെ ഒരു ട്രെയിൻ യാത്രയെ പറ്റിയിട്ട് പറയുന്നുണ്ട്. അമ്മയും പെങ്ങളും അദ്ദേഹവും ഒക്കെ കൂടെ ഒരു ട്രെയിൻ യാത്ര പോകുമ്പോൾ ഈ സഹോദരി പെട്ടെന്ന് ട്രെയിനിൻ്റെ പുറത്തേക്ക് താഴേക്ക് വീഴുകയാണ്. അപ്പോൾ വീണ സമയത്ത് അമ്മ സ്റ്റേഷൻ മാസ്റ്ററോട് ചൂടാവുന്നതിനൊക്കെ പറ്റിയിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ ട്രെയിനിലെ വെള്ളം നേരാവണ്ണം തുടയ്ക്കാതെയാണ് എൻ്റെ കുട്ടി താഴെ വീണതെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ അടി ഉണ്ടാക്കുന്ന അമ്മേനെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ അദ്ദേഹം ഇവിടെ രാജശേഖർ അദ്ദേഹത്തിൻ്റെ ഒരു അമ്മൂമ്മയെ പറ്റി പറയുന്നുണ്ട്. അമ്മൂമ്മ ഒരു മന്ത്രവാദിയായിരുന്നു. ഇപ്പോൾ ആരെങ്കിലും പാമ്പ് കടിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു വട്ടം വരച്ച് അതിൻ്റെ ഉള്ളിൽ അവരെ ഇരുത്തിയിട്ട് കുറേ പൂജാകർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് അവരെ രക്ഷപ്പെടുത്തി. അങ്ങനെ ഒരുപാട് കഥകളൊക്കെ അദ്ദേഹം ഇവിടെ അദ്ദേഹത്തിൻ്റെ മന്ത്രവാദിയായിട്ടുള്ള അമ്മൂമ്മയെ പറ്റിയിട്ടും പറയുന്നതായിട്ട് നമുക്ക് കാണാം. പിന്നെ അവിടെ നിന്ന് കിടക്കുന്നത് നേരെ അമ്മ എങ്ങനെയൊക്കെയാണ് ആ ലാസ്റ്റ് സമയത്ത്, അതായത് അവർ ചേർന്ന് വീണ് കഴിഞ്ഞിട്ട് അവർ ഒരുപാട് വേദന അനുഭവിച്ചു. വേദനയ്ക്ക് ശേഷം പിന്നീട് ആ വേദന ഭയങ്കര സിവിയറായിട്ട് മാറുകയാണ്. പിന്നീട് അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു, ആംബുലൻസിൽ കൊണ്ടുപോകുന്നു. ആ കഥയൊക്കെയാണ് പിന്നീട് പറയുന്നത്. ഇതൊരു കോവിഡ് സമയത്താണ് നടക്കുന്നത്. അപ്പോൾ കോവിഡ് സമയത്ത് അവസ്ഥ എന്തായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് റോട്ടിൽ എപ്പോഴും വണ്ടി ഉണ്ടായിരുന്നോ? ഇല്ല. എപ്പോഴും നമുക്ക് ആംബുലൻസ് സജ്ജീകരണം മാത്രമേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ. വേറെ ഒരു വണ്ടികളും ഓടിയിട്ടുണ്ടായിരുന്നില്ല. ഓട്ടോ കുറച്ചൊക്കെയാണ് ഓടിയിട്ടുണ്ടായിരുന്നത്, നമുക്കറിയാം. പേഴ്സണലായിട്ട് നമ്മുടെ കാറുകളൊന്നും നമുക്ക് പുറത്തിറക്കാൻ പറ്റിയിരുന്ന ഒരു അവസ്ഥയല്ല. ഇനി പുറത്തിറക്കുകയാണെങ്കിൽ അത്രയും മെഡിക്കൽ കണ്ടീഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിക്കൽ ആവശ്യങ്ങൾക്ക് മാത്രമാണ് നമുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇവിടെയും ആംബുലൻസ് വിളിക്കുന്നുണ്ട് അവരുടെ അമ്മയെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ആംബുലൻസ് 40 മിനിറ്റ് എടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങൾ പറയുകയാണ്. പിന്നീട് ഒരു സ്ട്രെച്ചർ പോലും ഇല്ലാത്തൊരു ആംബുലൻസ്, കിടത്തി കൊണ്ടുപോകാൻ പോലും സൗകര്യമില്ലാത്തൊരു ആംബുലൻസാണ് വന്നത് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ അവർ ഒരു ഹോസ്പിറ്റലിൽ പോകുന്നു. അമ്മ അത്യാവശ്യം തടിയുള്ളൊരു വ്യക്തിയാണെന്ന് ആദ്യമേ പറഞ്ഞിരുന്നു. അപ്പോൾ ആ അമ്മയെയും എടുത്തുകൊണ്ട് ഒരു ചെറിയൊരു സ്ട്രെച്ചർ, ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയ ഒരു ചെറിയൊരു സ്ട്രെച്ചർ വെച്ചിട്ട് ആംബുലൻസിൽ കൊണ്ടുപോവാണ്. എക്സ്റേ ഒക്കെ എടുത്തു. എക്സ്റേ ഒന്നും എടുത്തപ്പോൾ യാതൊരു കുഴപ്പവും ഇല്ല എന്ന് പറയുന്നു. അങ്ങനെ തിരിച്ച് വരുന്ന സമയത്ത് വീടെത്താറായപ്പോൾ, തിരിച്ചു വരുമ്പോൾ ആംബുലൻസ് ഇല്ല. കാരണം ആംബുലൻസ് പറയാൻ ഞങ്ങൾ നിങ്ങളെ
ഞങ്ങളെ അവിടെ കൊണ്ടുപോയിട്ട് ഹോസ്പിറ്റലിൽ എത്തിക്കുക മാത്രമേ ഉള്ളൂ, തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടാക്കുന്ന പരിപാടി ഇല്ല എന്ന് പറയുകയാണ്. അങ്ങനെ തിരിച്ച് ഓട്ടോയിൽ വരുന്നു. ഓട്ടോയിൽ വന്നിട്ട് വീട്ടിലെത്തുമ്പോഴേക്കും അമ്മ ഒന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ആ നിമിഷം അവർക്ക് ഭയങ്കര ടെൻസ്ഡ് ആവുകയാണ്. കാരണം അവർ കൈയൊക്കെ ഭയങ്കര തണുത്ത് വിറങ്ങലിച്ച പോലെ ആയി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മരിച്ചു എന്നതാണ് അവിടെ നമുക്ക് മനസ്സിലാവുന്നത്. അതായത് അവരുടെ അമ്മ ഒരു ഹാർട്ട് അറ്റാക്ക് മൂലം മരണപ്പെട്ടു. അങ്ങനെ വീണ്ടും അവർ ആംബുലൻസ് വിളിക്കുകയാണ്. അപ്പോൾ ആംബുലൻസ് വിളിച്ചിട്ടും വീണ്ടും 40 മിനിറ്റൊക്കെ എടുക്കുമെന്ന് പറയുകയാണ്. അപ്പോൾ അന്ന് കോവിഡ് സമയത്തെ ആ ഒരു സിറ്റുവേഷൻ ഇവിടെ ഭയങ്കരമധികം സ്ട്രെസ് ചെയ്ത് പറയുന്നുണ്ട്. കാരണം ഒന്നും നമുക്ക് അവൈലബിൾ ആയിരുന്നില്ല, നമുക്ക് വേണ്ട കാര്യങ്ങൾ നമുക്ക് അത്രമേൽ ബുദ്ധിമുട്ടുള്ളൊരവസ്ഥയായിരുന്നല്ലോ കോവിഡ് സമയം എന്ന് പറയുന്നത്. അങ്ങനെ വീണ്ടും അവർ ഹോസ്പിറ്റലിൽ പോകുന്നു. ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഡോക്ടറെ കാണിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ അമ്മയെ കൊണ്ടുവന്നത് ഇവിടെ മരിച്ചിട്ടാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് അദ്ദേഹത്തെ എങ്ങനെ ബാധിച്ചു? അദ്ദേഹം കുറച്ച് നേരം ആ ഒരു സ്റ്റാൻഡപ്പ് കോമഡിയുടെ ഇടയിൽ അദ്ദേഹത്തിനൊന്നും സംസാരിക്കാൻ പറ്റാതെ ആവുന്ന ഒരു അവസ്ഥയുണ്ട്. കാരണം അത്രമേൽ വിഷമിപ്പിക്കുന്ന ഒരു സംഭവമല്ലേ, സ്വന്തം അമ്മ കൺമുമ്പിൽ വെച്ച് മരണപ്പെടുന്നു. അത് എങ്ങനെ ഒരു വ്യക്തിയെ ബാധിക്കുക അല്ലേ? അപ്പോൾ അദ്ദേഹം ഇവിടെ പറയുന്നത് നമുക്ക് ഒന്ന് നഷ്ടപ്പെട്ടാലാണ് അതിൻ്റെ വില നമുക്ക് മനസ്സിലാവുകയുള്ളൂ എന്ന് പറയുന്നുണ്ട്. അതായത് ആംബുലൻസിൽ കയറ്റി കൊണ്ടുപോകാൻ നിൽക്കുന്ന സമയത്ത് അമ്മ ആ സ്ട്രെച്ചറിൽ കിടക്കുമ്പോൾ രാജശേഖരൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എൻ്റെ കൈ ഒന്ന് തായോ എന്ന് പറഞ്ഞിട്ട് അവരുടെ അമ്മ കൈ കൊണ്ട് ഇങ്ങനെ ഒരു ആക്ഷൻ കാണിക്കുന്നുണ്ട്. അതായത് രാജശേഖർ കൈ ഒന്ന് തായോ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ആ സമയത്ത് രാജശേഖർ അമ്മയ്ക്ക് കൈ കൊടുത്തില്ല എന്നാണ് പറയുന്നത്. കാരണം ആ സമയത്ത് എല്ലാവരും ഹറിബറിയാണ്, അമ്മയ്ക്ക് വയ്യ, അമ്മയെ വേഗം ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണം, അങ്ങനെ ഒരു പ്രോബ്ലം സോൾവിങ് മോഡ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ ഹറിബറി ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലാണ് എല്ലാവരും നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തിന് അമ്മയ്ക്ക് കൈ കൊടുക്കാൻ സാധിച്ചില്ല. 1 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോവാണ്. പക്ഷേ ആ 1 മിനിറ്റ് കുറച്ച് മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ അമ്മ പൂർണ്ണമായി ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതായി. അപ്പോൾ അദ്ദേഹം അതാണ് ഇവിടെ പറയുന്നത്, ഒന്ന് നഷ്ടപ്പെട്ടാലാണ് അതിൻ്റെ വില മനസ്സിലാവുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യം അദ്ദേഹത്തിന് അമ്മയുടെ കൂടെ അവസാന നിമിഷങ്ങളിൽ അദ്ദേഹത്തിന് നിൽക്കാൻ സാധിച്ചില്ല എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മൈൻഡിൽ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്ന ഒരു സാധനമായിട്ട് മാറുകയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അവസാന സമയത്ത് അദ്ദേഹം ഒരുപാട് ഫ്രണ്ട്സിൻ്റെയും റിലേറ്റീവ്സിൻ്റെയൊക്കെ ഹെൽപ്പ് തേടാൻ ശ്രമിച്ചിരുന്നു. ആരെങ്കിലും കാറുള്ളവരുണ്ടോ ഒന്ന് അമ്മയെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒന്ന് സഹായിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഒന്ന് അന്വേഷിച്ചപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല. ദൈവമുണ്ട്, ദൈവം നിങ്ങളെ സംരക്ഷിക്കും, എന്തെങ്കിലുമൊക്കെ വഴി ഉണ്ടാവുമെന്നൊക്കെയാണ് ഓരോ ആളുകളും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ചുരുക്കത്തിൽ അദ്ദേഹവും പിന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ ആ മാധവി എന്ന് പറയുന്ന ആ സ്ത്രീയുമാണ് ഉണ്ടായിരുന്നത്. നേരത്തെ പറഞ്ഞല്ലോ, അവരുടെ വീട്ടിലെ ചോട്ടിൽ താമസിക്കുന്ന, വാടകയ്ക്ക് താമസിക്കുന്ന ഒരു വ്യക്തിയാണ് മാധവി. അപ്പോൾ പിന്നെ അദ്ദേഹം പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ അമ്മ ഇപ്പോൾ പണ്ട് കാലത്തൊക്കെ സ്ത്രീകളെന്ന് വെച്ച് കഴിഞ്ഞാൽ 15 വയസ്സ് 16 വയസ്സാകുമ്പോഴേക്കും കല്യാണം കഴിച്ചിരിക്കണം. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ അമ്മ 28 വയസ്സായിട്ടാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്, ആ ഒരു ചെറിയ ഗ്രാമത്തിൽ. അപ്പോൾ അത് അത്രമേൽ ഒരു വളരെ റിബല്യസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അവരെല്ലാവരും ഇഗ്നോർ ചെയ്തിട്ട് അത്രമേൽ ഭയങ്കര സ്ട്രോങ് ആയിട്ട് 28 വയസ്സിൽ അന്ന് അവർ കല്യാണം കഴിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവരുടെ അമ്മയെ, അതായത് ഉഷാറാണിയെ സ്നേഹിക്കുന്ന കുറച്ച് ആളുകൾ, ആ ഒരു ഗ്രാമത്തിലുള്ള ആളുകൾ അവർക്ക് വേണ്ടി കുറച്ച് ആഭരണങ്ങളും, കല്യാണ സമയമായപ്പോൾ കുറച്ച് ആഭരണങ്ങളൊക്കെ വേണമല്ലോ, പ്രത്യേകിച്ച് ഒരു സ്ത്രീയാണല്ലോ, അപ്പോൾ ആഭരണങ്ങളൊക്കെ ശേഖരിച്ച് കൊടുത്തു. അപ്പോൾ ഈ രാജശേഖരൻ്റെ അച്ഛൻ്റെ അമ്മ, അതായത് ഇവരുടെ മദർ ഇൻ ലോ പറയുകയാണ്, ഞങ്ങൾക്ക് ആഭരണങ്ങളോ പൈസയോ ഒന്നും തന്നെ വേണ്ട, നിങ്ങളുടെ മകളെ മാത്രം തന്നാൽ മതി, ഞങ്ങൾ നോക്കിക്കോളാം എന്നൊരു പറയുന്നുണ്ട്. അപ്പോൾ അന്ന് തന്നെ ഇവരുടെ ഫാമിലി കുറച്ചും കൂടെ എന്താണ്, ഒരു മോഡേണൈസ്ഡ് ആണെന്ന് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു പഴയ പോലത്തെ സൊസൈറ്റൽ നോംസിനോട് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ഫാമിലി അല്ല എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. പിന്നെ അദ്ദേഹം പറയുന്ന വേറൊരു പോയിന്റ്, അമ്മയും അച്ഛനും വീട്ടിൽ ആര് തന്നെ വന്നാലും അത് എത്രമേൽ അപരിചിതനായാൽ പോലും സ്വന്തം ഫാമിലി ആയിട്ട് മാത്രമാണ് ട്രീറ്റ് ചെയ്യുക. അതിപ്പോൾ ഒരു കാർ ഓടിക്കുന്ന ഡ്രൈവറാണ് എവിടേക്കെങ്കിലും പോകുമ്പോൾ അദ്ദേഹത്തിനോട് പോലും നീ ഞങ്ങളുടെ ഒരു ഫാമിലിയുടെ ഒരു ഭാഗമാണ് എന്നാണ് എപ്പോഴും പറയാറുള്ളതാണ് പറയുന്നത്. അപ്പോൾ അത്രമേൽ എല്ലാവരോടും വളരെ സ്നേഹമാണെന്ന് പറയുന്നു. പിന്നെ അവർ വീട്ടിൽ താഴെയൊക്കെ വാടകക്കാരാണെന്ന് പറഞ്ഞു. ആ വാടകക്കാർക്കടക്കം ഈവൻ ഇവരുടെ അമ്മ എല്ലാവർക്കും ഉച്ചയ്ക്ക് കറി അടക്കം ഉണ്ടാക്കി കൊടുക്കും. അതുകൊണ്ട് വാടകക്കാർക്ക് കറി പോലും ഉണ്ടാക്കേണ്ട കാര്യമില്ല എന്നടക്കം അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ അവരുടെ ജീവിതം തുടങ്ങുന്നത്, അതായത് 28 വയസ്സായിട്ടും കല്യാണം കഴിക്കാത്ത ഉഷാറാണിയുടെ ജീവിതം സ്റ്റാർട്ട് ചെയ്യുന്നത് ആ വില്ലേജിൽ തന്നെ ഒരുപാടുള്ള ആളുകൾ എല്ലാവരും ചേർന്ന് കുറച്ച് പൈസയും കുറച്ച് ആഭരണങ്ങളൊക്കെ കൊടുത്തിട്ടാണ് അവരെ കല്യാണം കഴിപ്പിച്ചതെന്ന് പറയുന്നു അല്ലേ. അങ്ങനെ നോക്കുകയാണെങ്കിൽ അവരുടെ അവസാന നാളുകളിൽ അവർ മരിക്കാൻ നിൽക്കുന്ന സമയത്തും അവരുടെ കൂടെ സഹായത്തിനുണ്ടായിരുന്നതും ഒരു സ്ട്രേഞ്ചർ തന്നെയാണ്. ആരാണ് ആ സ്ട്രേഞ്ചർ? മാധവിയായിരുന്നു.
അപ്പോൾ ഈവൻ രാജശേഖർക്കോ അദ്ദേഹത്തിൻ്റെ സഹോദരിക്കോ അമ്മയുടെ കൂടെ നിൽക്കാൻ സാധിച്ചിട്ടില്ല. ഈവൻ അച്ഛന് പോലും നിൽക്കാൻ സാധിച്ചിട്ടില്ല. അച്ഛന് നിൽക്കാൻ കഴിയാത്തത് അച്ഛനും പ്രായമായിട്ടുള്ള ഏകദേശം 75 ഒക്കെ ആയിട്ടുള്ള ഏജുള്ള ഒരാളായിരുന്നു. അപ്പോൾ ആ സമയത്ത് കോവിഡ് ആയതുകൊണ്ട് അങ്ങനെ ഏജ്ഡ് ആയിട്ടുള്ള ആളുകളൊന്നും പുറത്തിറങ്ങാൻ പാടില്ല എന്നുള്ള റെസ്ട്രിക്ഷൻ ഉള്ളത് കൊണ്ടുകൂടി അദ്ദേഹത്തിന് പുറത്തിറങ്ങാൻ സാധിച്ചിരുന്നില്ല. ഈവൻ മക്കൾക്ക് പോലും കൂടെ നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ അവിടെ വാടകയ്ക്ക് താമസിച്ചിരുന്ന ആ വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന ഒരു വ്യക്തി മാധവി ആയിരുന്നു ഈ അമ്മയുടെ ഒരു അത്രമേൽ സഹായിച്ച് അവരുടെ കൂടെ നിന്നിരുന്നത്. അവർക്ക് അത്രമേൽ സ്ട്രെങ്ത് മാധവി കൊടുത്തിരുന്നു. ആൻഡ് നത്തിങ് വിൽ ഹാപ്പൻ എന്നാണ് പറയുന്നത്. അവർക്ക് എപ്പോഴും ഭയങ്കര കോൺഫിഡൻസ് നൽകിയിരുന്നത് നമ്മുടെ മാധവിയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ലൈക്ക് ഹെർ ലൈഫ്, മാരേജ് ലൈഫ് സ്റ്റാർട്ടഡ് വിത്ത് സം സ്ട്രേഞ്ചേഴ്സ് ഹെൽപ്പ്, ഇറ്റ് ഓൾസോ എൻറ്റേർഡ് വിത്ത് സം സ്ട്രേഞ്ചേഴ്സ് കൈൻഡ്നെസ്. അപ്പോൾ അതാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ അമ്മയുടെ ജീവിതത്തിൽ നിന്ന് അദ്ദേഹത്തിന് മനസ്സിലായ ഒന്ന്, എന്ത് തന്നെ നമ്മുടെ ജീവിതത്തിന് സംഭവിച്ചാലും അതിപ്പോൾ മോശപ്പെട്ട കാര്യമാണെങ്കിലും നല്ല കാര്യമാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ തളരാൻ പാടില്ല. യു കീപ് ഗോയിങ്, നമ്മൾ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കണം. എന്ത് തന്നെ വന്നാലും നമ്മൾ ചിരിച്ച മുഖത്തോടു കൂടി നമ്മൾ മുന്നോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കണം എന്നാണ് പറയുന്നത്. അദ്ദേഹം ഒരു മൂവി ഡയലോഗ്, ജോജോ റാബിറ്റ് എന്ന മൂവി ഡയലോഗിലെ അവസാന ഡയലോഗ് ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിന് അത് ഭയങ്കരമായി ഇൻഫ്ലുവൻസ് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്കൊരു റിഗ്രറ്റ് ഉണ്ടായിരുന്നത് ഇദ്ദേഹം കല്യാണം കഴിച്ചിട്ടില്ല. അപ്പോൾ കല്യാണം കഴിക്കാത്തതുകൊണ്ട് ആ ഒരു റിഗ്രറ്റ് അവരുടെ അമ്മയ്ക്ക് ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നീട് അവസാനം അദ്ദേഹം പറയുന്നത്, അദ്ദേഹം ഒരു കോമ്പറ്റീഷന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നതിന് ഭാഗമായിട്ട് റിഹേഴ്സൽ ചെയ്യാൻ അദ്ദേഹത്തിന് അമ്മയുടെ മുമ്പിൽ വെച്ചിട്ട്, അതിൻ്റെ ഒരു കോമ്പറ്റീഷൻ്റെ കണ്ടൻറ്റ്, ആ റിഹേഴ്സലിൻ്റെ കണ്ടൻറ്റ് ഇത്ര മാത്രമേ ഉള്ളൂ. അതായത് ഒരു കുട്ടി വളർന്ന് വലുതാകുമ്പോൾ ഓരോ കാലഘട്ടത്തും അവന് ഓരോ ആഗ്രഹങ്ങളായിരിക്കും. ആദ്യം ചിലപ്പോൾ അവന് ലോറി ഡ്രൈവർ ആവാനായിരിക്കും ഇഷ്ടം, അല്ലേ? ഇപ്പോൾ നമ്മൾ പണ്ട് ചെറുപ്പത്തിലൊക്കെ ഓരോ കളിപ്പാട്ടങ്ങൾ, ലോറിയോ ജീപ്പോ ഒക്കെ വെച്ചിട്ടായിരിക്കും കളിക്കുന്നുണ്ടാവുക. അപ്പോൾ ആ സമയത്ത് അത് ഓടിക്കുന്ന ആളുകളാവാനായിരിക്കും നമുക്ക് താല്പര്യമുണ്ടാവുക, അല്ലേ? ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താവും, ക്രിക്കറ്റ് കളിക്കാരനാവണമെന്ന് തോന്നും, ചിലപ്പോൾ ഡോക്ടർ ആവണമെന്ന് തോന്നും. അപ്പോൾ ഇങ്ങനെ ഓരോ ആഗ്രഹങ്ങളും കുട്ടിയുടെ വളർച്ചയുടെ സമയത്ത് മാറി മാറി വരും എന്നുള്ളൊരു കാര്യം അദ്ദേഹം അവിടെ പറയുന്നുണ്ട്. പക്ഷേ എന്തു തന്നെയാണെങ്കിലും ഈ റിഹേഴ്സലിൻ്റെ സമയത്ത് അമ്മ വളരെ കൂളായിട്ടാണ് ഇരുന്നിരുന്നതെന്ന് പറയുന്നു. അതായത് അമ്മ എന്ത് തന്നെ സംഭവിച്ചാലും ബക്വാസ് ഫെല്ലോ എന്ന് വിളിക്കുന്നു പറയുന്നത്. ബക്വാസ് എന്ന് വെച്ചാൽ നോൺസെൻസ്, പിന്നെ ഫെല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെല്ലോ നമുക്കറിയാലോ, ഫെല്ലോ കുട്ടി അല്ലെങ്കിൽ ആള്. അപ്പോൾ നോൺസെൻസ് ഫെല്ലോ എന്നൊക്കെയാണ് അവരെ അമ്മ വിളിക്കാറുള്ളത്. അത്രമേ വളരെ കൂളായിട്ടും വളരെ സിമ്പിളായിട്ടും ഹമ്പിളായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ഉഷാറാണി എന്നാണ് പറയുന്നത്. വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ള കൂടെയുള്ള ഒരു വ്യക്തിയായിരുന്നു. പിന്നെ ഇവിടെ രാം ഗോപാല വർമ്മ മൂവീസിനെ പറ്റിയിട്ടൊരു മെൻഷൻ ഉണ്ട്. അതായത് നമ്മൾ ലാസ്റ്റ് പറഞ്ഞു, ഒരു കുട്ടിയുടെ അംബീഷൻ ഇങ്ങനെ ഓരോ വളർച്ചയുടെ ഓരോ കാലഘട്ടത്തിലും ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അത് രാം ഗോപാല വർമ്മയുടെ മൂവിയായിട്ട് താരതമ്യപ്പെടുത്തുകയാണ്. അതായത് അദ്ദേഹത്തിൻ്റെ മൂവീസിലെല്ലാം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് ട്വിസ്റ്റുകൾ സംഭവിക്കുന്ന ഒരു മൂവീസാണ് അദ്ദേഹത്തിൻ്റെ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഒരു കുട്ടിയുടെ ലൈഫും, വളരെ ഇങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഓരോ സമയത്ത് ഓരോ ആഗ്രഹം, ആ ഒരു രീതിയിലാണ് എന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് ഒരു അസുഖമുണ്ട്, ഏതാണ്, റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്. അപ്പോൾ ആ ആർത്രൈറ്റിസിൻ്റെ പ്രൊനൗൺസിയേഷൻ പോലും നേരാവണ്ണം പറയാറിയണ്ടേ, അവരുടെ അമ്മ റൊമാൻറ്റിക് ആർത്രൈറ്റിസ് എന്ന് പറയുന്നുണ്ട്. അതൊരു കോമിക് എലമെൻ്റ് ആണ് ഈ ഒരു ചാപ്റ്ററിൽ. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിൻറ്റ്സ് തന്നെയാണ് നമ്മുടെ ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻസും. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം. ഇനി വീഡിയോ കണ്ടിട്ട് അതിലേതെങ്കിലും പോയിൻറ്റ്സിന് ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിലും കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്താൽ മതി. താങ്ക്